ഇരിക്കട്ടെ. പാപം പെരുകിയിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. പാപം നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ക്രമാതീതമായി കടന്നു വന്നാൽ അവൻ്റെ നിയന്ത്രണമെല്ലാം ആ കാര്യത്തിൽ വിട്ടുപോയാൽ അവനൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി, നിസ്സഹായനായി നിന്നൊരു സാഹചര്യമുണ്ടായാൽ റോമർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വചനം പറയുകയാണ്, പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചെന്ന്. എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു പോയാൽ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, പിന്നെ തിന്മയുടെ സ്വാധീന വലയത്തിലായി. പിന്നെ ദൈവത്തിൻ്റെ കരമുണ്ടാകണം അവിടെ. ദൈവത്തിൻ്റെ വിസ്മയകരമായ കരമാണ് പിന്നെ എന്നെ വളർത്തുന്നതും വിജയിപ്പിക്കുന്നതും എന്നെ വിടുവിക്കുന്നതും ദൈവമാണ്. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മയക്കുമരുന്നിൻ്റെ അതിശക്തമായ വിൽപ്പനയും വ്യാപനവും അതിൻ്റെ അതിപ്രസരം ഏതൊരു മേഖലയിൽ നടക്കുന്നതായി കാണാൻ കഴിയുമായിരുന്നു, പ്രത്യേകിച്ച് കോളേജ് സ്കൂൾ കേന്ദ്രീകരിച്ച്. എന്നല്ല, ഏത് മേഖലയിലും ഇതിൻ്റെ സർവത്ര ഉപയോഗം അങ്ങ് പെരുകി. ഇങ്ങനെയൊക്കെ പെരുകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു നീതിന്യായ വ്യവസ്ഥയോടും അതുപോലെ തന്നെ ഒരു സംവിധാനങ്ങളൊക്കെ നമുക്കൊരു ചെറിയ സംശയം തോന്നും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സംശയം, അതായത് ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും എവിടെ? അപ്പോൾ അവരുടെയും കൂടെ ഒരു മനസ്സറിവോടെ ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഇതുപോലെ ഈ വിപണനവും ഇതിൻ്റെ വ്യാപനമൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അങ്ങേറ്റം വേദനാജനകമാണ്. എന്നാൽ ഇപ്പോൾ പുതുതായി അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിൻ്റെ കീഴിൽ തൂഫാൻ അതിശക്തമായി പ്രവർത്തനം നടക്കുകയാണ്. അത് വളരെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇത് പറയാൻ ഇങ്ങനെ കാരണം ഏതെങ്കിലും ഗവൺമെൻറ് കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം ഇതിൻ്റെ ഇത്രയും വലിയ ഹബ്ബായി കേരളം മാറിയെന്ന് പറഞ്ഞാൽ എത്രയോ ടൺ കണക്കിന് ആണ് മയക്കുമരുന്ന് പിടിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ നിയോഗിക്കപ്പെട്ട എൻ്റെ ഉത്തരവാദിത്തത്തോട് അധികാരികളും ഗവൺമെൻറ്റും വേണ്ടത്ര ഒരു നീതി പുലർത്തിയാത്തതിൻ്റെ പേരിലാണ് ഇത്രയും വ്യാപിച്ചതും ഇതുപോലെയേറെ വിപണനം ഇവിടെ നടന്നതും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെയേറെ വിഷമവും ദുഃഖവും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ഈ വിധത്തിൽ വരും തലമുറയെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെയൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളോട് ശത്രുതയുള്ള എതിർ രാജ്യങ്ങൾ നമുക്ക് നമ്മുടെ വരുന്ന തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ഓൺലൈൻ ഗെയിമും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ അതിശക്തമായ ഇങ്ങോട്ട് കയറ്റി അയക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഹബ്ബായി മാറുകയാണ്. കയറ്റി അയക്കുക നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി ചെയ്യുന്ന ഒരു നീക്കമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഓൺലൈൻ ഗെയിമിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഒരു മയക്കുമരുന്നിൻ്റെ അടിമത്തം പോലെ തന്നെ അതിലുപരിയായാണ് ഈ ഓൺലൈൻ ഗെയിമും. ഓൺലൈൻ ഗെയിമിനും ഈ മയക്കുമരുന്നിനും അടിമത്തത്തിലായി നമ്മുടെ വളർന്നു വരുന്ന തലമുറ പോയാൽ നമ്മുടെ നാടിൻ്റെ ഭാവി ഒരു 50 വർഷം അല്ലെങ്കിൽ 30 വർഷമൊക്കെ മുന്നോട്ട് പോകുമ്പോഴേക്ക്, ഒരു 20 വർഷമൊക്കെ മുന്നോട്ട് പോകുമ്പോഴേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു യുദ്ധവും ചെയ്യാതെ തന്നെ നമ്മളിതെല്ലാം നിർവീര്യമായി പോവുക. നമ്മുടെ ക്രയശേഷി, നമ്മുടെ നന്മകളൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ നശിച്ചു പോകാം. അതുകൊണ്ട് ഈ മയക്കുമരുന്നിനോടുള്ള നമ്മുടെ ഈ പോരാട്ടം, അത് ഈ പാപം പെരുകിയ നാട്ടിലെ ദൈവത്തിൻ്റെ കൃപ, റോമർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-21 വചനങ്ങളിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ ഇവിടേക്ക് പെയ്തിറങ്ങുകയായിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളെ പൊതിയുകയായിരുന്നു. ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സമൃദ്ധി നമ്മൾ നിറയുകയായിരുന്നു. അതുകൊണ്ട് ഏത് മേഖലയിലാണ് ഇതിൽ പാപം പെരുകിയാൽ ദൈവത്തിന് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ്. സങ്കീർത്തനം 34:18 ഒരു വചനം പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടെ രക്ഷിക്കുന്നത്. അമ്മമാരുടെ ഹൃദയം നുറുങ്ങിയ ആ പ്രാർത്ഥന വേദന, അമ്മമാരൊക്കെ ഹൃദയം നുറുങ്ങിയിട്ടുണ്ട്. അനേകം കുടുംബങ്ങൾ ഹൃദയം നുറുങ്ങിയിട്ടുണ്ട്. സ്വന്തം മക്കൾ ഒന്നും മുറിയൊക്കെ ഉള്ളൂ, അത് ആ മക്കളൊക്കെ ഇങ്ങനെ മയക്കുമരുന്നിൻ്റെ അല്ലെ ഓൺലൈൻ ഗെയിമിൻ്റെയൊക്കെ അടിമത്തത്തിലൂടെ എത്രയോ വലിയ ഭാവി ഈ മക്കളെപ്പറ്റി എത്രയോ പ്രത്യാശ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മക്കൾക്ക് പ്രത്യാശയോടെ മുന്നേറാൻ, ദൈവത്തിൻ്റെ കാരുണ്യം വിസ്മയകരമായ സാന്നിധ്യവും അനുഭവിച്ചറിയുവാൻ തീർച്ചയായും ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്കും പരിശ്രമിക്കാം, അതിലൂടെ സപ്പോർട്ട് ചെയ്യാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വിസ്മയകരമായ കരുണയാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. അതാണ് വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. പാപം വർദ്ധിച്ചെടുത്ത കൃപ അതിലേറെ വർഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.